ഒരു 20 വയസ്സാവുന്ന സമയത്ത് തന്നെ പലരുടെയും ഒന്നോ രണ്ടോ പല്ലൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലല്ല. ഈ അവസ്ഥയിൽ ഒരുങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് പല്ലുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടേണ്ട അവസ്ഥ വരും. പല്ല് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള പല്ല് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഇംപ്ലാന്റിന്റെ പൈസ കേൾക്കുമ്പോഴാവും പടച്ചോനെ ഈ പല്ലിന് ഇത്രയൊക്കെ വരണ്ടേനോ എന്ന് തോന്നുക. നമുക്ക് ചെറിയ കേടുണ്ടാവുമ്പോൾ തന്നെ അടക്കാതെ അതിന് പിന്നെ അങ്ങനെ കുറേ വെച്ചോണ്ടിരുന്ന് കുറെ കാലം കഴിയുമ്പോൾ റൂട്ട് കനാലാവും. ശരിക്കും നമ്മൾ എത്ര കാലം കഴിഞ്ഞ് കാണിക്കുന്നു അപ്പൊ നമ്മളെ പല്ലിന്റെ കേട് ഇങ്ങനെ കൂടി വരിക. ചെറിയ കേട് കാണുന്നത് എപ്പോഴാണോ അപ്പം അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. അതായത് ഒരു 90% പോയൊരു പല്ല് ചികിത്സിക്കുന്നതും ഒരു 10% മാത്രം പോയൊരു പല്ല് ചികിത്സിക്കുന്നതും നമ്മൾ നല്ല മാറ്റം. 10% മാത്രമേ കേടുന്ന് പോയി അത് മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എക്സ്പെൻസും കുറവായിരിക്കും, അത്രക്കും പല്ലും കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും. എന്നാലോ 10-75% കേടുന്ന് പോയിട്ട് അത് റൂട്ട് കനാൽ ചെയ്ത് കവറിട്ടൊരു പല്ലാണെങ്കിലും എത്ര കാലം നിൽക്കും? അത് ഈ ഒരു ചെറിയ കേട് അടച്ച അത്ര സ്ട്രെങ്ത്തും ബലമൊക്കെ അതിനുണ്ടാവുമോ? ഇല്ല. അത് പെട്ടെന്ന് കേടൊന്ന് പോകും, പൊടിഞ്ഞു പോകും, പൊട്ടിപ്പോകും. അപ്പൊ എപ്പോഴും ചെറിയ കേടുകളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ല വഴി. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറെ കാലം കഴിയുമ്പോൾ കൂടുതൽ എക്സ്പെൻസ് നമുക്ക് ചെലവായിരിക്കും.